കൂട്ടുകാരെ എന്തൊക്കെയാ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫല്ലേ? അപ്പോൾ ഇന്നും റെഡ് അലേർട്ടാണ്. അപ്പോൾ ഇന്നൊരു മഴയുണ്ട്. ഇന്നലെ റെഡ് അലേർട്ട് ആണെങ്കിലും അധികം മഴയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടായിരുന്നു എണീറ്റത്. അങ്ങനെ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കി. പിന്നെ വിചാരിച്ചു ഇന്നൊരു ടിഫിൻ ബോക്സ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന പോലെ ടിഫിൻ ബോക്സിൽ ചോറുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കയ്പ പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്പ ചെറുതായിട്ട് നല്ല നേരിയ തോതിൽ അരിഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണമായിരുന്നു. ചമ്മന്തിക്ക് വേണ്ടി മുളക് ഞാനിതാ പുറത്തുനിന്ന് എടുക്കാൻ പോയതാണ്. എൻ്റെ മരത്തുമെന്ന് ആദ്യമായിട്ട് പറിക്കുകയാണ് ഈ മുളക്. 2 മുളക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി ചമ്മന്തിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്പ നല്ലോണം ക്രിസ്പിയായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചമ്മന്തിക്ക് എടുത്ത് വെച്ചതാണ്. ചമ്മന്തിയോ അരച്ച് മിക്സിയിലിട്ട് അടിച്ചതാണ്. ഇനി ഒരു മുട്ട പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണേ. അപ്പോൾ ഇനി നമുക്ക് ടിഫിൻ ബോക്സ് തയ്യാറാക്കാം. മഴക്കാലത്ത് ഇങ്ങനെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് പൊതിച്ചോറാക്കാനായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒച്ചൊക്കെ ഉള്ളത് കൊണ്ട് വാഴൻ്റെ ഇലയൊന്നും അത്ര നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നില്ല. അതിലൊക്കെ ഒച്ചൊക്കെ ഏനിട്ടുണ്ടാവും. അപ്പോൾ ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഇത് ഞാൻ ടിഫിൻ ബോക്സിലാക്കിയതാണ്. ചോറും ചമ്മന്തിയും കയ്പ പൊരിച്ചതും. ഇതിൻ്റെ മേലെ നമുക്ക് മുട്ട ആംപ്ലേറ്റും കൂടി വെച്ച് കൊടുത്താൽ ടിഫിൻ ബോക്സ് റെഡിയായി. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇതൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ മുട്ട പൊരിച്ചതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 മണിക്ക് എൻ്റെ മോന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 1 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക. എന്തൊരു മഴയാണല്ലേ! എല്ലായിടത്തും മഴ തന്നെ. എല്ലായിടത്തും വെള്ളം കയറിയും ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. ഈ TV-യിൽ ന്യൂസിലൊക്കെ ഭയങ്കര കാണുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ്. മണ്ണിടിച്ചിലും വെള്ളം കയറലും ഒക്കെ കൂടി ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതാ ഈ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. കുറച്ച് കറികളാണെങ്കിലും നമുക്ക് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് തുറന്നതാണ്. 1 മണിയായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കുക. ഇപ്പോൾ അധികം മഴയില്ല. ഒരു ചെറിയ ചാറ്റൽ മഴയുള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ലോണം ഈ ഇടയിലൊക്കെ നല്ല വെള്ളം നിൽക്കും. അതിലൂടെ പിന്നെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാലൊക്കെ പൂണ്ടു പോകുന്ന ഒരവസ്ഥയാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ നിൽക്കുന്നത് കൊണ്ട് വെള്ളം വലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.